ഓൺലൈൻ ടാക്സി സംവിധാനങ്ങളായ ഓലയ്ക്കും ഊബറിനും റാപ്പിഡോയ്ക്കും കടുത്ത എതിരാളിയാകാൻ സർക്കാർ അംഗീകൃത ടാക്സി സർവീസായ ഭാരത് ടാക്സി നിരത്തിലേക്ക്. ജനുവരി 1 മുതൽ ഭാരത് ടാക്സി പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഓല, ഊബർ, റാപ്പിഡോ പോലുള്ള കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ഈ സംവിധാനം. ഒരു സഹകരണ സംരംഭമായിട്ടാകും ഭാരത് ടാക്സി പ്രവർത്തിക്കുക. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ജനുവരിയിൽ ഭാരത് ടാക്സിയുടെ പ്രവർത്തനം തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നത്. ഡൽഹിയിലും ഗുജറാത്തിലെ ചില ഭാഗങ്ങളിലും പൈലറ്റ് ഓപ്പറേഷൻ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. ഈ നഗരങ്ങളിലെ പ്രവർത്തനം വിജയകരമായാൽ മറ്റ് ഇന്ത്യൻ നഗരങ്ങളിലേക്കും ഭാരത് ടാക്സി എത്തിയേക്കും. ഓട്ടോറിക്ഷകൾ, ബൈക്ക് ടാക്സികൾ, കാറുകൾ എന്നിവ ഈ പ്ലാറ്റ്ഫോമിൻ്റെ കീഴിൽ അണിനിരക്കും. കേന്ദ്ര സഹകരണ മന്ത്രാലയവും നാഷണൽ ഗവേണൻസ് ഡിവിഷനും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 2025 ജൂണിൽ 300 കോടി രൂപയുടെ പ്രാരംഭ മൂലധനത്തോടെ രൂപീകരിച്ച സഹകാർ ടാക്സി കോഓപ്പറേറ്റ് ലിമിറ്റഡിനാണ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല. ഡ്രൈവർമാർ ഉടമസ്ഥതയിലുള്ള മൊബിലിറ്റി പ്ലാറ്റ്ഫോമാണിത്. ഡ്രൈവർമാരുടെ വരുമാനം സംരക്ഷിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രൈവർ ഉടമസ്ഥതയിലുള്ള മൊബിലിറ്റി ശൃംഖലയായി മാറാനാണ് ഭാരത് ടാക്സി ലക്ഷ്യമിടുന്നത്. ഡൽഹിയിലും ഗുജറാത്തിലെ സൗരാഷ്ട്ര മേഖലയിലുമായി 1 ലക്ഷത്തിലധികം ഡ്രൈവർമാർ ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കാറുകൾ, ഓട്ടോറിക്ഷകൾ, ബൈക്ക് ടാക്സികൾ എന്നിവ ഓടിക്കുന്നവരാണ് ഇവരിൽ ഭൂരിഭാഗവും. രജിസ്റ്റർ ചെയ്ത ഡ്രൈവർമാരിൽ 3-ൽ 2 ഭാഗവും കാർ ഡ്രൈവർമാരാണ്. ബാക്കിയുള്ളവർ ഓട്ടോറിക്ഷ, ബൈക്ക് ടാക്സി ഡ്രൈവർമാരുമാണ്. ഭാരത് ടാക്സി എന്ന പേരിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷനും പുറത്തിറക്കിയിട്ടുണ്ട്. ഇത് ആൻഡ്രോയിഡ്, iOS പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ്. ഇതിനോടകം 75,000-ലധികം ഡൗൺലോഡുകൾ ആപ്പിന് ലഭിച്ചിട്ടുണ്ട്. നിലവിലുള്ള ആപ്പുകളിൽ ഉള്ളതുപോലെയുള്ള സൗകര്യങ്ങൾ ഇവിടെയും ലഭ്യമാണ്. യാത്രാക്കൂലിയിലെ സുതാര്യത, പല ഭാഷകളിലെ പിന്തുണ, വാഹനത്തിന് തത്സമയ ട്രാക്കിംഗ്, 24 മണിക്കൂറും ഉപഭോക്തൃ പിന്തുണ എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. യാത്രക്കാരുടെയും ഡ്രൈവർമാരുടെയും സുരക്ഷയ്ക്ക് ഭാരത് ടാക്സി വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഡ്രൈവർമാരുടെ തിരിച്ചറിയൽ രേഖകൾ പരിശോധിക്കുന്നതിനോടൊപ്പം ഡൽഹി പോലീസുമായും മറ്റ് ഏജൻസികളുമായും സഹകരിച്ച് സുരക്ഷ ഉറപ്പാക്കാനും പദ്ധതിയുണ്ട്. AC, നോൺ AC, പ്രീമിയം, XL കാറുകൾ എന്നിങ്ങനെ വിവിധതരം റൈഡ് വിഭാഗങ്ങൾ ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. വെറും 2 മിനിറ്റിനുള്ളിൽ വാഹനം ലഭ്യമാക്കുമെന്നും ആകർഷകമായ നിരക്കുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നും കമ്പനി പറയുന്നു. ആദ്യത്തെ 4 കിലോമീറ്ററിന് കുറഞ്ഞത് 30 രൂപയും 4 കിലോമീറ്ററിനും 12 കിലോമീറ്ററിനും ഇടയിലുള്ള ദൂരത്തിന് 1 കിലോമീറ്ററിന് 23 രൂപയും 12 കിലോമീറ്ററിന് മുകളിലുള്ള ദൂരത്തിന് 1 കിലോമീറ്ററിന് 18 രൂപയുമാണ് നിരക്ക്. മറ്റ് ടാക്സി കമ്പനികളെ പോലെ തന്നെ ഭാരത് ടാക്സിയും മെട്രോ പോലുള്ള പൊതു ഗതാഗത സംവിധാനങ്ങളുമായി സഹകരിക്കുന്നുണ്ട്. ഇത് യാത്രക്കാർക്ക് ഒരൊറ്റ ആപ്പ് വഴി വിവിധ യാത്രാമാർഗങ്ങൾ തിരഞ്ഞെടുക്കാൻ സഹായകരമാകും. മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് സൈൻ അപ്പ് ചെയ്യാം. യാത്ര തുടങ്ങുന്ന സ്ഥലവും എത്തുന്ന സ്ഥലവും നൽകി റൈഡ് തിരഞ്ഞെടുക്കാം. യാത്രാവേളയിൽ വാഹനത്തെ തത്സമയം ട്രാക്ക് ചെയ്യാനും സാധിക്കും. ഇത് നിലവിലുള്ള മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ലഭിക്കുന്ന അതേ അനുഭവം തന്നെയാകും. ഭാരത് ടാക്സിയെ ഓല, ഊബർ പോലുള്ള കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ വരുമാന മാതൃകയാണ്. തുടക്കത്തിൽ യാത്രക്കാരിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ പണവും ഡ്രൈവർമാർക്ക് തന്നെ നൽകും. പിന്നീട് ഏകദേശം 20% ഫീസ് ഈടാക്കാൻ സാധ്യതയുണ്ട്. ഈ തുക പിന്നീട് ഡ്രൈവർമാർക്ക് തന്നെ ഇൻസെൻറ്റീവായി തിരികെ നൽകും. ഭാരത് ടാക്സി തിരക്കേറിയ സമയങ്ങളിൽ ഉയർന്ന നിരക്ക് ഈടാക്കുന്നത് ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. എങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിരക്കിൽ നേരിയ മാറ്റമുണ്ടാകും. തിരക്കേറിയ സമയങ്ങളിൽ വില കുത്തനെ ഉയരുന്നത് നിയന്ത്രിക്കുന്നതിനോടൊപ്പം ഡ്രൈവർമാരുടെ യാത്രാ നിരസിക്കൽ, ബുക്കിംഗ് റദ്ദാക്കൽ തുടങ്ങിയ പരാതികൾ പരിഹരിക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.